ഇപ്പോൾ നമ്മൾ ചക്കക്കുരു കൊണ്ടൊരു മധുരപലഹാരം തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇതും ഒരു മധുരപലഹാരമാണ്, മുട്ടച്ചക്ക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ മാവിനകത്ത് പഞ്ചസാര ചേർക്കണം. മധുരം വേണമെന്നുള്ളവർ അവരവരെ ഇഷ്ടാനുസരണം പഞ്ചസാര ചേർക്കാം. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇതിപ്പം ഞാൻ പഞ്ചസാര ചേർക്കാതെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. ഇപ്പോഴെല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. വേവിച്ച ചക്കക്കുരുവാണ് എടുത്തിരിക്കുന്നത്. ഇതിനി മിക്സിയിൽ അരച്ചുകൊണ്ട് വരാം. കുറച്ച് വെള്ളം ഒഴിച്ച് അരയ്ക്കത്തുള്ളൂ. പിന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു നുള്ളു കറുത്ത എള്ളാണ് ഇടുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കും. കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടി, കുറച്ച് തേങ്ങ, പിന്നെ നമ്മൾ ആ ചക്കക്കുരു മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ചെറിയ തരികളൊക്കെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. ഏലക്കാപ്പൊടി ഒരു നുള്ള്, കുറച്ച് ശർക്കര പാനിയാച്ചി വെച്ചിട്ടുണ്ട്. അലിഞ്ഞ ശർക്കര വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാനിപ്പം കുറച്ച് സോഡാപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി കലക്കി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 2 മിനിറ്റ് വെച്ചാലും മതി. അപ്പോഴത്തേക്ക് നമുക്ക് ആ എണ്ണയൊന്ന് ചൂടാക്കാം. ഇതൊരു എണ്ണ പലഹാരം തയ്യാറാക്കാനാണ്. അപ്പോഴെല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ 5 മിനിറ്റായിട്ട് എണ്ണ അടുപ്പിൽ നിന്ന് ചൂടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ വറുത്ത് ഇട്ടിട്ടുണ്ട്. വറുത്തത് കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി, നമ്മൾ സോഡാപ്പൊടിയൊക്കെ ചേർത്ത് ഇളക്കി വെച്ചിരിക്കുകയായിരുന്നു റെസ്റ്റ് ചെയ്യാൻ. അതിൻ്റെ കൂടെ ഇച്ചിരി തേങ്ങയും കൂടെ അരിഞ്ഞ് വറുത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഓരോ സ്പൂൺ വീതം ഈ എണ്ണയിലേക്ക് കോരി ഒഴിക്കാം. ചെറുതായിട്ട് ചുട്ടെടുത്താൽ മതി. ഇതുപോലെ കോരി ഒഴിച്ച് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. മറിച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് പതുക്കെ ചുട്ടെടുക്കണം. അപ്പോൾ ചക്കക്കുരു കൊണ്ടുള്ള എണ്ണ പലഹാരമാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. ഒരു തവി മൈദാ മാവാണ് എടുത്തത്. ഇനി ഒരു നുള്ളു ചുക്ക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതൊരു മധുര പലഹാരമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിന് ആവശ്യമുള്ളവർ പഞ്ചസാര, ഇതിനൊരു തവിയും മാവെടുത്ത എത്ര എടുത്തോ അതിന് അത്രയും പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം. പിന്നെ പഞ്ചസാര കുറച്ച് മതി എന്നുള്ളവർക്ക് കുറച്ച് ചേർക്കാം. വേണ്ടാത്തവർക്ക് പഞ്ചസാര ചേർക്കണ്ട. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു നുള്ളു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു ഏലക്കാപ്പൊടി. ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ പരുവത്തിൽ അത് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഈ പരുവത്തിൽ വേണം നമുക്ക് കിട്ടാൻ. ഇതിലേക്ക് ഇനി 2 മുട്ട ഉടച്ചൊഴിക്കാം. 2 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനി ഈ മാവിൽ നല്ലതുപോലെ മിക്സാക്കണം. ഇനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. റെസ്റ്റ് ചെയ്യാനൊന്നും വേണ്ട. നമ്മൾ ഒരു സാധനം തയ്യാറാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഈ ചക്ക ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചക്ക വരിക്ക ചക്കയാണ് പഴുത്തത്. ഈ ചക്ക ഒന്ന് അരിഞ്ഞുകൊണ്ട് വരാം. അപ്പോൾ ഇത് അരിഞ്ഞെടുക്കുന്ന താമസമുണ്ട്. മാവൊന്ന് സെറ്റാക്കി കിട്ടുകയും ചെയ്യും, മുട്ടയായിട്ടൊന്ന് നല്ലതുപോലെ യോജിച്ച് കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ചക്ക പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ചക്ക എത്രത്തോളം പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം അത്രത്തോളം നല്ലതാണ്. അപ്പോൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സിലേക്ക് ഇത് ചേർക്കാം. ഇനി നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ച് ചൂടാക്കാം.
ഇപ്പോൾ നമ്മൾ ഈ ചൂടായ ഫ്രൈ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിക്കണം. എന്ന് വെച്ചാൽ ഇത് ചുട്ടെടുക്കാനുള്ളതാണ്. എന്നിട്ട് ആ തീയങ്ങ് ലോ ഫ്ലെയിമിലാക്കണം. എന്നിട്ട് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഒന്നായിട്ട് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരടപ്പ് കൊണ്ടൊന്ന് അടച്ചു കൊടുക്കാം. നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ അടപ്പ് തുറന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് പതുക്കെ ഇളക്കി തിരിച്ചിട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ അടച്ചില്ലേലും ഒന്നുമില്ല, എന്നാലും നമുക്കൊന്ന് അടച്ചേക്കാം. അപ്പോൾ നമ്മൾ മുട്ടച്ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് തീ ഓഫാക്കിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം.